നമസ്കാരം. സത്യത്തിൽ പിണറായി വിജയന്റെ ബുദ്ധിയിൽ പെട്ടെന്നുദിച്ച ഒരു പൊട്ടത്തരമായിരുന്നു മന്ത്രി വീണ ജോർജിനെ ഒരു വൈറലാക്കി മാറ്റി ട്രെൻഡിങ് സൃഷ്ടിക്കാൻ. നികേഷ് കുമാർ ആണല്ലോ AKG സെന്ററിൽ ഇരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയയായി നിയന്ത്രിക്കുന്നത്. ഒരുപക്ഷെ നികേഷ് കുമാറിന്റെ ഉപദേശമായിരിക്കാം പിണറായി വിജയനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുപ്പിക്കാൻ കാരണം. അതുകൊണ്ടാണ് സംഘർഷം നടന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ബഹളം വെച്ചും പ്രതികരിച്ചും മൂന്നാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കയറാനെത്തിയ വീണ ജോർജ് അവിടെ നിന്നിരുന്ന സ്പീക്കറുമായി സംസാരിച്ചതിനു ശേഷം സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് പെട്ടെന്ന് തിരക്കഥ മാറ്റി എഴുതുന്നതും തിരിച്ചു വരുന്നതും സ്ട്രെച്ചറിൽ കയറി ആശുപത്രിയിലേക്ക് പോകുന്നതും എന്തൊരു വിചിത്രമായ നാണം കെട്ട തിരക്കഥയാണ് അവർ ഒരുക്കിയത്. ICUവിലാണ് അത്ര ആരോഗ്യമന്ത്രി. ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു പരിക്കുമില്ലാത്ത ആരോഗ്യമന്ത്രിയെ ICUവിലാക്കിയിട്ട് ആ ICUവിലേക്ക് തള്ളിക്കയറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഏത് നാട്ടിലാണ് ICUവിൽ കഴിയുന്ന ഒരു രോഗിയെ കാണാൻ പോലീസിനും സന്നാഹങ്ങൾക്കും ഒക്കെ ഒപ്പം രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമുള്ളത്? അതാണോ ഈ നാട്ടിലെ ICU? മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു, ശ്രീമതി ടീച്ചർ എത്തുന്നു, സകലരും എത്തുകയാണ്. തല പൊക്കാൻ വയ്യാതെ കിടക്കുന്ന മന്ത്രിയെ ആശ്വസിപ്പിക്കാൻ ICUവിലേക്ക്. ICUവിൽ കിടക്കുന്ന ആളെ ICUവിൽ കയറി കാണാൻ പറ്റുമോ? എനിക്കറിയില്ല. അതും ഒരു മന്ത്രിയല്ല, ഒരു മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രി അകമ്പടിക്കാരുമുണ്ട്. മുഖ്യമന്ത്രിക്ക് ICUവിൽ കയറുമ്പോഴും അകമ്പടിക്കാർ ചുറ്റിനുമില്ലെങ്കിൽ പേടിയാണല്ലോ. എവിടെ ശബ്ദം കേട്ടാലും പേടിച്ച് വിറയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് പേര് വിളിക്കുന്നത് ഇരട്ടച്ചങ്കൻ. അങ്ങനെ ICUവിൽ കയറി മുഖ്യമന്ത്രി കാണുകയാണ് അവശയായി കിടക്കുന്ന ആരോഗ്യമന്ത്രിയെ. എന്തൊരു നാണം കെട്ട നാടകമാണിത്. എന്നിട്ടോ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ സങ്കടം കണ്ടോ? നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. വളരെ നിരാശയാണ്. ഈ നാടകം അഭിനയിക്കുമ്പോൾ എങ്ങനെയാണോ നാടകം ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയാം അവർക്ക്. ആ തിരക്കഥയ്ക്ക് അനുസൃതമായി ശബ്ദമൊക്കെ താഴ്ത്തി, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന കക്ഷിയാണ്, ശബ്ദമൊക്കെ താഴ്ത്തി ദുഃഖം തളം കെട്ടി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ MV ഗോവിന്ദൻ പറയുകയാണ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, വളരെ വേദനയുണ്ട്, ദുഃഖമുണ്ട്. മന്ത്രി വീണ ജോർജിനെതിരായി നിഷ്ഠൂരമായ ഒരു കടന്നാക്രമം നടന്നിരിക്കുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു വനിതാ മന്ത്രിക്കെതിരായി, അത് UDFന്റെ ആയാലും LDFന്റേതായാലും, ഇന്നേ വരെ ഒരു കടന്നാക്രമം കേരളത്തിൻ്റെ മന്ത്രിമാരായ വനിതാ നേതാക്കൾക്കെതിരായിട്ട് നടന്നിട്ടില്ല. ഇത് ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ്. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് വന്നു എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. അതിക്രൂരമായ രീതിയിലുള്ള കടന്നാക്രമമാണ് അവിടെ കോൺഗ്രസ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസും KSUവും കൂടി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ മന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ കടന്നാക്രമിച്ച് റീത്ത് വെച്ചിരുന്നു. ഇപ്പോൾ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അവരിതിന്റെ ഭാഗമായിട്ട് ഉന്നം വെക്കുന്നത്. നാണമുണ്ടോ ഗോവിന്ദ? നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ്, നിങ്ങളുടെ പോലീസ് അവർ നിൽക്കുമ്പോൾ 4 KSU പിള്ളേര് റെയിൽവേ സ്റ്റേഷനകത്ത് കയറി മന്ത്രിയെ അടിച്ചവശയാക്കി ICUവിലാക്കുന്ന ഗതികേടാണ്. പിന്നെ നിങ്ങൾ ഈ ആഭ്യന്തരം ഭരിക്കുന്നത് എന്തിനാണ്? ഇട്ടിട്ട് പോകണം. ഒരു മന്ത്രിയെ സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെ സംരക്ഷിക്കാൻ കഴിയുന്നത്? ഇത്തരം നാടകങ്ങൾ അഭിനയിച്ച് മതിയായില്ലേ? എത്ര കാലമായി നിങ്ങളിത് തുടങ്ങിയിട്ട്? എത്ര നാളായി നിങ്ങൾ ഈ വൃത്തികേട് തുടങ്ങിയിട്ട്? മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് നിങ്ങൾ. അന്ന് ജനങ്ങൾ പറഞ്ഞതാണ് ഈ നാടകം നിർത്താൻ. നിങ്ങളിപ്പോഴും നാടകം തുടരുന്നു. നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഈ വാർത്തകളുടെ അടിയിലേക്ക് നോക്കുക. ഈ വാർത്തകളുടെ അടിയിൽ വരുന്ന ഇമോജികളുടെ സ്ഥിതി നോക്കുക. നിങ്ങൾക്ക് നാണമില്ലെങ്കിലും നാട്ടുകാർക്ക് നാണമുണ്ട്. എന്തുകൊണ്ടാണ് മന്ത്രിമാരുടെ പ്രസ്താവനയുടെ അടിയിൽ പോലും ഇങ്ങനെ ഇമോജികൾ കുന്നുകൂടുന്നത്, പരിഹാസ ഇമോജികൾ കുന്നുകൂടുന്നത്? കാരണം നാട്ടുകാർക്കെല്ലാം പിടികിട്ടി എന്താണ് സംഭവിച്ചതെന്ന്. ഇവിടെ മന്ത്രിയെ സന്ദർശിക്കാൻ വരുന്നതിനിടയിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന നേഴ്സിന്റെ മുഖത്തെ ചിരി നമ്മൾ കണ്ടു. അവർക്ക് കൃത്യമായ കാര്യം പിടികിട്ടിട്ടുണ്ട്. ഈ ഇമോജികൾ നോക്കുക. ഞാൻ എടുത്തത് മണിക്കൂറുകൾക്ക് മുമ്പ് എടുത്ത AA റഹീം വീണയുടെ പടമിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റ് ഇട്ട് 9 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത സ്ക്രീൻഷോട്ടാണ്. 9500 ആക്ടിവിറ്റി ഉണ്ട്, അതായത് ലൈക്കും ഷെയറും എല്ലാം കൂടി. അതിൽ 6300 ചിരി ഇമോജിയാണ്. 6300, 3000 ലൈക്ക്, 44 ലവ്, 13 അതിശയം, 13 തലയിൽ കൈ. ഓർക്കൂ, 9500-ൽ 6300 പേരും
എ റഹീമിന്റെ പോസ്റ്റിന്റെ കീഴെ ചിരിക്കുന്ന ഇമോജി ഇടുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം, എ റഹീമിന്റെ പോസ്റ്റ് കാണുന്നതും ലൈക്ക് ചെയ്യുന്നതും അഭിപ്രായപ്പെടുന്നതും ഭൂരിപക്ഷം ഒരു CPM-കാരാണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും തോന്നുന്നു ഇതൊരു തമാശയാണെന്ന്. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റ് നോക്കുക. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറയുന്നു. 12 മണിക്കൂർ കഴിഞ്ഞിട്ട് പോസ്റ്റിന്റെ അടിയിൽ 14,400 പേരാണ് ലൈക്ക് ചെയ്തത്. അതിൽ 8,100 പേരും ചിരി ഇമോജി ഇട്ടിരിക്കുന്നു. ഇനി PK ശ്രീമതി ടീച്ചറിന്റെ നോക്കുക. അവര് 16,200 പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ 11,100 പേരും ചിരി ഇമോജി ഇട്ടിരിക്കുന്നു. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. CPM-കാർക്ക് പോലും പിടികിട്ടി ഇത് തട്ടിപ്പാണെന്ന്. അതുകൊണ്ടാണ് ഇത്രയധികം അണികൾ ഇവരെ ഫോളോ ചെയ്തിട്ടും ഈ നേതാക്കന്മാർ ഈ തമാശ പറയുമ്പോൾ അതിന് കീഴിൽ വന്ന ആളുകൾ ഇമോജി ഇടുന്നത്. ഗോവിന്ദന്റെ പത്രസമ്മേളനം സംപ്രേഷണം ചെയ്ത ചാനലുകളുടെ പോസ്റ്റിനടിയിൽ എല്ലാം മുഴുവൻ പേരും ചിരിക്കുകയാണ്. ഓർക്കണം, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആശുപത്രിയിലാണ്. അങ്ങനെ ആക്രമിക്കപ്പെട്ട ആശുപത്രിയിൽ കഴിയുന്ന ആരോഗ്യമന്ത്രിയെ നോക്കിയിട്ട് നാട്ടുകാർ ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്ക് പറ്റിയ ഈ അബദ്ധത്തെ ഓർത്ത് വേദനിക്കുന്ന മന്ത്രിമാരുടെ പോസ്റ്റിനടിയിൽ മുഴുവൻ ആളുകൾ ചിരിക്കുന്നു. ഒരാൾ പോലും മന്ത്രിയുടെ അനുശോചനം പ്രകടിപ്പിക്കുന്നില്ല. ഇതൊന്നും എന്തുകൊണ്ട് ഈ CPM-കാർക്ക് പിടികിട്ടുന്നില്ല? CPM-കാരുടെ വേട്ടയാടലിന് ഇരയായി 18 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന MLA സ്ഥാനത്തേക്ക് കോൺഗ്രസ്സുകാർ പോലും മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിലും ശക്തമായ ഇടപെടൽ നടത്തി. 8 മണിക്കൂർ മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 10,000 ലൈക്സാണ്, 3,000 കമന്റും 550 ഷെയറുമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നു, സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക്, അതും സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിട്ട് പോലും നമ്മുടെ സർക്കാർ ആശുപത്രി കൊടുക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഇത്ര അൺപ്രൊഫഷണൽ ആണെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താകും? ആരോഗ്യവകുപ്പ് മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മാത്രം പിടലിയുളക്കല്ല, സർക്കാരിന്റെ പിടലിയുളക്കാണ്. ആ മര്യാദ കാണിക്കണം. മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പോകുന്ന MRI എങ്കിലും മെനയായാൽ മതിയായിരുന്നു. ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയ വളരെ രസമാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ ടീം ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ പരിശോധിക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം കഴുത്തിനേറ്റ ക്ഷതവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിന് വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ സംഘം ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ MRI സ്കാനിങ്ങിന് ഉൾപ്പെടെയുള്ള വിദഗ്ധ പരിശോധന വേണമെന്ന് നിർദ്ദേശിച്ചു. ഇതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. വലിയ മെഡിക്കൽ സംഘം എത്തി. സർക്കാരിന്റെ ആശുപത്രിയാണ്. പല മെഡിക്കൽ ബോർഡുകളും കൂടി പരിശോധനകൾ പലതും നടത്തി. പരിശോധനാ ഫലം എന്താണെന്ന് പറയുന്നില്ല. പരിശോധനാ ഫലം പറഞ്ഞാൽ മന്ത്രിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ അവർക്ക് പറയാൻ പറ്റത്തില്ല. ഡോക്ടർമാർ ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ നാളെ അതിന്റെ കുരിശു ചുമക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ മെഡിക്കൽ ബുള്ളറ്റിൻ. മന്ത്രി ഐസിയുവിലാണ്, തീരെ വയ്യാതെ കിടക്കുകയാണ്. മന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ചു KSCക്കാർ. എന്നിട്ട് മെഡിക്കൽ ബുള്ളറ്റിനിൽ മന്ത്രിക്ക് എന്താണ് പരിക്കെന്ന് പറയുന്നില്ല. എന്നിട്ട് എഴുതിയിരിക്കുകയാണ് MRI സ്കാനിന് നിയോഗിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരവസ്ഥയാണ്. ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് ലൈക്കോട് ലൈക്കായിരുന്നു. 32,400 പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആ പോസ്റ്റ് ലൈക്ക് ചെയ്തത്. 7,700 കമന്റും 2,000 ഷെയറുമുണ്ട്. അതെങ്ങനെയാണ്? മലയാള സിനിമയ്ക്ക് മഹാനടനെ സംഭാവന ചെയ്ത ജില്ലയാണ് ഞങ്ങളുടെ പത്തനംതിട്ട, നമ്മുടെ സ്വന്തം ലാലേട്ടനെ. ഇന്ന് അതേ പത്തനംതിട്ട മലയാളത്തിനൊരു മഹാനടിയെ സംഭാവന ചെയ്തിരിക്കുന്നു, വീണേച്ചി. പത്തനംതിട്ട മൗണ്ട് ബഥനി സ്കൂളിലെ മോണോക്ട് വേദിയിൽ തുടങ്ങിയ അഭിനയ സബരിയ ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്നു. ആടിയുലഞ്ഞ കപ്പലിലെ അഭിനയമൊക്കെ കണ്ടു മലയാളികൾ മൂക്കിൽ വിരൽ വെച്ചിട്ടുണ്ട് മുൻപ്. ഇന്ന് തന്നെ നോക്കൂ, KSCക്കാരെ അകലിൽ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോൾ തന്നെ വീണേച്ചിയുടെ പിടലി അങ്ങ് ഉളുക്കിക്കളഞ്ഞു. സാക്ഷാൽ ഉർവശിക്ക് പറ്റുമോ പിടലി കൊണ്ടുള്ള ഈ ആക്ടിങ്? അതിലുമുപരി ഇന്ന് KSCക്കാർ കരിങ്കൊടി കാണിക്കുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് 4 ദിവസം മുൻപ് കൈക്ക് വട്ടച്ചൊറിയുടെ വലിപ്പത്തിൽ മുറിവ് വരുത്തുന്ന ആ സ്കിൽ അത് ആരോഗ്യ കേരളത്തിനല്ല, ലോകാരോഗ്യ മേഖലയ്ക്കും ലോക സിനിമയ്ക്കും വിസ്മയമാണ്. ഈ വട്ടച്ചൊറി വലിപ്പത്തിലെ മുറിവുമായി വരുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ ICU സജ്ജമാക്കുന്ന കേരള ആരോഗ്യ വകുപ്പ് മലയാളിക്ക് ആകെ അഭിമാനമാണ്. അമേരിക്കയിൽ നിന്ന് വരെ രോഗികൾ വിളിക്കും. ഇനിയും മന്ത്രി അകലിൽ നിന്ന് കരിങ്കൊടി കാണിച്ച് പിടലി ഒളിപ്പിച്ച് KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ശ്രീ വിജയന്റെ പോലീസ് മറ്റൊരു വിസ്മയമാവുകയാണ്. ലാലേട്ടന്റെ വിരലുകൾ കൺപീലികളും വരെയാണ് അഭിനയിക്കുന്നതെങ്കിൽ വീണേച്ചിന്റെ പിടലിയും കയ്യിലെ വട്ടച്ചൊറി വലിപ്പത്തിലെ മുറിവും വരെ അഭിനയിക്കും. ഇത്രയും മനോഹരമായ ഒരു പോസ്റ്റ് ഈ വിഷയത്തിൽ മറ്റാരും ഇട്ടിട്ടില്ല എന്ന് പറയട്ടെ. ഈ പോസ്റ്റ് വലിയ തോതിൽ സൈബർ ഇടത്തിൽ വൈറലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി പ്രസക്തമാണ്. VT ബൽറാം ചോദിക്കുന്നു, ഒരു സർക്കാർ ജില്ലാ ആശുപത്രിയിലെ ICU ബെഡുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. പലപ്പോഴും യഥാർത്ഥത്തിൽ ICU പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് പോലും തിരക്ക് കാരണം ഈ സേവനം ലഭിക്കാറില്ല. നിരവധി പാവപ്പെട്ടവരാണ് ഇങ്ങനെ കഷ്ടപ്പെടാറുള്ളത്.
പലർക്കും നിവൃത്തികേട് മൂലം ഡിസ്ചാർജ് വാങ്ങി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവേണ്ടി വരാറുണ്ട്. അപ്പോഴാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്റെ കപട നാടകത്തിന് ജില്ലാ ആശുപത്രിയിലെ ICU സൗകര്യങ്ങൾ ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നത്. മന്ത്രിക്ക് ഈ കുബുദ്ധി പറഞ്ഞുകൊടുത്ത മുഖ്യമന്ത്രി സ്പീക്കറുമാണെന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നു. റെയിൽവേ സ്റ്റേഷനിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ കരിങ്കൊടി പ്രതിഷേധം നേരിട്ട മന്ത്രി അതിനെല്ലാം ശേഷം വന്ദേ ഭാരത് ട്രെയിനിൽ കയറാനെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ മാത്രമാണ് സ്പീക്കറുമായി മുഖ്യമന്ത്രിയുമായി ഫോണിൽ ചർച്ച ചെയ്ത് ഇങ്ങനെയൊരു നാടകത്തിന് തയ്യാറായത്. തന്റെ രാഷ്ട്രീയ കപട നാടകങ്ങൾക്കായി സർക്കാർ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ദുരുപയോഗപ്പെടുത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രിയും അതിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി സ്പീക്കറും നഗ്നമായ അധികാര ദുർവിനിയോഗമാണ് നടത്തിയത്. ഇത് പാവപ്പെട്ട രോഗികളുടെ വഞ്ചനയാണ്. ഈ ജനദ്രോഹം ചർച്ച ചെയ്യാൻ കേരളം തയ്യാറാവണം. ഇത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ പിണറായിയും സ്പീക്കർ ഷംസീറും വീണ ജോർജിന് മുമ്പിൽ നിർത്തി നടത്തിയ പറാട്ടു നാടകം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കി.